ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ചാപ്റ്റർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന ചാപ്റ്ററാണ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഈ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. അതായത് ആരും തെറ്റിക്കാത്തൊരു ചാപ്റ്ററാണ്. എല്ലാവരും 1-2 ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നതെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് ഫുള്ളി കറക്റ്റ് ആണെന്നുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് എന്തായാലും ഈ ക്ലാസ് കഴിയുമ്പോൾ ഉണ്ടാകണം. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട്. എലാസ്റ്റിസിറ്റി, ഇലാസ്റ്റിക് ഡിഫോർമേഷൻ. അത് നമ്മൾ എത്രത്തോളം സ്ട്രെസ് കൊടുത്താലും അത് തിരിച്ച് അതിൻ്റെ പൂർവ്വ പൊസിഷനിലേക്ക് തിരിച്ച് വരുമോ, ആ പ്രോപ്പർട്ടിയാണ് ആര് ഡിസൈഡ് ചെയ്യുന്നത്? എലാസ്റ്റിസിറ്റി. അപ്പം അങ്ങനെ വരുന്നില്ല എങ്കിൽ ദർ ഈസ് ആൻ എലാസ്റ്റിക് ഡിഫോർമേഷൻ. കറക്റ്റ്. നൗ വാട്ട് ഈസ് ഹുക്സ് ലോ? ഇലോങ്ങേഷൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻ ബോഡി ഓർ ആൻ ഒബ്ജക്റ്റ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ അപ്ലൈഡ് ഫോഴ്സ് ഓർ ലോഡ്. അതായത് ഞാൻ കൂടുതൽ ശക്തി ഉപയോഗിക്കുമ്പോൾ അത് കൂടുതൽ ഇലോങ്ങേറ്റഡ് ആകുന്നു. അപ്പോൾ എനിക്ക് എന്ത് പറയാം? ദ ഇലോങ്ങേഷൻ പ്രൊഡ്യൂസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ സ്ട്രെസ് ഓർ ഫോഴ്സ് ദാറ്റ് ഐ ഹാവ് ഗിവൺ. ശരിയല്ലേ? സ്ട്രെസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദാറ്റ് ഇലോങ്ങേഷൻ പ്രൊഡ്യൂസ്ഡ്. അതാണ് എന്ത്? ഹുക്സ് ലോ. കറക്റ്റ്. വാട്ട് ഈസ് സ്ട്രെസ്? എന്താണ് സ്ട്രെസ് എന്ന് പറയുന്നതാണ്? സ്ട്രെസ് ഫോഴ്സ് ആണോ? അല്ല. സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. ഫോഴ്സ് പെർ ഏരിയ ആണ് സ്ട്രെസ്. അല്ലെങ്കിൽ എനിക്ക് എന്ത് പറയാം? അത് പ്രഷറിന് ഇക്വലൻ്റ് ആണ്. സോ ഇറ്റ് ഈസ് ന്യൂട്ടൺ മീറ്റർ റേസ് ടു -2 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ അല്ലേ? നൗ 3 ടൈപ്പ് സ്ട്രെസ്. നമ്മൾ അടികൾ പലവിധം എന്നൊക്കെ പറയുന്ന പോലെ സ്ട്രെസ്സുകൾ 3 ടൈപ്പ്. ഏതൊക്കെയാണ്? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്, ടാൻജൻഷ്യൽ സ്ട്രെസ്, ഹൈഡ്രോളിക് സ്ട്രെസ്. ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു സാധനം പിടിച്ച് വലിക്കുകയാണ്. അതെന്താണ്? ലോഞ്ചിറ്റ്യൂഡിനൽ. ടാൻജൻഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പിടിച്ച് വലിക്കുന്ന ആംഗിൾ എന്തല്ല? സ്ട്രെയിറ്റ് അല്ല. നമ്മൾ ഈ ഒരു സൈഡിൽ നിന്നാണ് നമ്മളതിനെ പുഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ പുള്ള് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഹൈഡ്രോളിക് സ്ട്രെസ് എന്ന് പറയുന്നത് വോളിയം സ്ട്രെസ് ആണ്. ഓക്കെ, റൈറ്റ്. നൗ സ്ട്രെയിനുകളും അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, ടാൻജൻഷ്യൽ സ്ട്രെയിൻ, ഹൈഡ്രോളിക് സ്ട്രെയിൻ. എന്താണ് സ്ട്രെയിൻ? ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഡയമെൻഷൻ, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത് ആകാം, ചേഞ്ച് ഇൻ വോളിയം ആകാം, എന്തും ആകാം, ഡിവൈഡഡ് ബൈ വോളിയം ഓർ ലെങ്ത്, വാട്ട് എവർ ഇറ്റ് ഈസ്. കറക്റ്റ്. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഡെൽറ്റ എൽ ബൈ എൽ. ടാൻജൻഷ്യൽ സ്ട്രെയിൻ എന്ന് പറയുമ്പോഴോ ഡെൽറ്റ എക്സ് ബൈ എൽ. അതും ലെങ്ത് തന്നെയാണ്, പക്ഷേ സൈഡ് മാറിയെന്നേ ഉള്ളൂ. ഈ ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്ന ലെങ്ത്തിന് പകരം ചിലപ്പോൾ ഈ സൈഡിലെ ലെങ്ത് ആയിരിക്കും വരിക. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പുഷ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇതിങ്ങനെ കുറച്ച് അങ്ങോട്ട് പോകും. അപ്പോൾ ഇവിടെ ബേസ് മാറിയോ? ഇല്ല, ബേസ് മാറിയിട്ടില്ല. ബേസ് ഇവിടെ തന്നെയാണ്. പക്ഷേ മുകളിലെ ഈ വിരൽ മാത്രം എന്ത് പറ്റി? ആ സൈഡിലേക്ക് കുറച്ച് നീങ്ങിപ്പോയി. കറക്റ്റ്. അപ്പോൾ ഈ ഒരു ലെങ്ത് ഡിഫറൻസ് ആണ് എന്ത്? ഇവിടെ എക്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അതും എന്ത് തന്നെയാണ്? ലെങ്ത് തന്നെയാണ്. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഡെൽറ്റ എൽ ബൈ എൽ, ടാൻജൻഷ്യൽ സ്ട്രെയിൻ ഡെൽറ്റ എക്സ് ബൈ എൽ, അതുപോലെ ഹൈഡ്രോളിക് സ്ട്രെയിൻ ഡെൽറ്റ വി ബൈ വി. കറക്റ്റ്. നൗ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ. സ്ട്രെസ് കൂടുമ്പോൾ സ്ട്രെയിൻ കൂടും. സ്ട്രെസ് കുറവാണെങ്കിലോ സ്ട്രെയിനും കുറവായിരിക്കും. റൈറ്റ്. നൗ ഫോർ മേക്കിംഗ് ദാറ്റ് ഇക്വേഷൻ ഐ ഇൻട്രൊഡ്യൂസ് എ കോൺസ്റ്റൻറ്റ് കോൾഡ് കോൺസ്റ്റൻറ്റ് ഓഫ് പ്രപ്പോർഷണാലിറ്റി കെ. ആ കോൺസ്റ്റൻറ്റിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? സി ലുക്ക് ഹിയർ, ദാറ്റ് ഈസ് കോൾഡ് പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്, അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ദാറ്റ് ഈസ് കോൾഡ് പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് ഓർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. സോ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് എ കോൺസ്റ്റൻറ്റ് ആൻഡ് ദാറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് കോൾഡ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. വെരി സിമ്പിൾ. ഇനി എല്ലാവരും കർവിലേക്ക് നോക്കുക. ഇതൊരു സ്ട്രെസ് സ്ട്രെയിൻ കർവാണ്. സി, ഇൻ ദിസ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് യു ക്യാൻ സി along the x-axis you can have strain and along y-axis you are having stress. ശരിയല്ലേ? y-ആക്സിസിൽ സ്ട്രെസ്സും x-ആക്സിസിൽ സ്ട്രെയിനും. നമ്മൾ പിടിച്ച് വലിക്കുകയാണ്. ഞാൻ പിടിച്ച് വലിക്കുന്നതോറും സ്ട്രെയിനും കൂടിക്കൂടി വരികയാണ്. അപ് ടു എ പോയിൻറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ. സ്ട്രെസ്സ് സ്ട്രെയിനിന് പ്രപ്പോർഷണൽ ആണെങ്കിൽ ആ ലൈൻ എങ്ങനെയായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇപ്പോൾ എവിടെ വരെ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ? അതെ, പോയിൻറ്റ് എ വരെ ദിസ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. സോ അപ് ടു പോയിൻറ്റ് എ ദിസ് ലൈൻ ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ അവിടെ വരെ എനിക്ക് എന്ത് പറയാം? സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ. ദാറ്റ് ഈസ് ഹുക്സ് ലോ ഈസ് ഒബെയ്ഡ് അൺടിൽ പോയിൻറ്റ് എ. ആഫ്റ്റർ പോയിൻറ്റ് എ എന്താ പറ്റുന്നത്? അത് ചെറുതായിട്ടൊന്ന് വളഞ്ഞു. അതായത് അവിടെ സ്ട്രെസ് ഈസ് നോട്ട് പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ. സൈഡിൽ എഴുതിയിട്ടുണ്ട്, ഇൻ ദ സെഗ്മെൻറ്റ് ഒ എ ഹുക്സ് ലോ ഈസ് ഒബെയ്ഡ്. ആഫ്റ്റർ എ ഫ്രം എ ടു ബി സ്ട്രെസ് ഈസ് നോട്ട് പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ. അതായത് ഹുക്സ് ലോ ഈസ് നോട്ട് ഒബെയ്ഡ് അറ്റ് ദാറ്റ് പോയിൻറ്റ്, ബട്ട് സ്റ്റിൽ ദ ബോഡി ക്യാൻ റിട്ടേൺ ടു ഇറ്റ്സ് ഇനീഷ്യൽ പൊസിഷൻ. നിങ്ങൾ ആ സ്ട്രെസ് കംപ്ലീറ്റ്ലി വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ദ ബോഡി ക്യാൻ കം ബാക്ക് ടു ഇറ്റ്സ് ഇനീഷ്യൽ പൊസിഷൻ. റൈറ്റ്. ഇനി ബി ഡി എന്ന പോയിന്റ് നോക്കിയേ. ബി ഡി എന്ന പോയിന്റിൽ സ്ട്രെസ് ഈൽഡ് സ്ട്രെങ്ത്തിനേക്കാൾ കൂടുതലാണ്, അത് താങ്ങാവുന്നതിനേക്കാളും കൂടുതലാണ്. ഓക്കെ, അവിടെ എന്താ പ്രശ്നം?
അവിടെ ചെറിയൊരു സ്ട്രെസ്സ് കൊടുക്കുമ്പോൾ പോലും സ്ട്രെയിൻ വളരെയധികം ഇൻക്രീസ് ചെയ്യും. സോ ഈവൻ ഫോർ എ വെരി സ്മോൾ ചേഞ്ച് ഇൻ സ്ട്രെസ് ദ സ്ട്രെയിൻ വിൽ ഇൻക്രീസ് ടു എ വെരി ഹൈ എക്സ്റ്റെൻറ്റ്. ഓക്കെ, അപ്പോൾ ബി ഡി എന്ന പോയിന്റ് നമ്മൾ കണ്ടു. ഇനി എന്താണ് ഡി? എന്താണ്? അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ആണ് ഡി. ആ ഡിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും പൊട്ടാം. ഡിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും പൊട്ടാം. ഏത് പോയിന്റിലാണോ പൊട്ടുന്നത് ആ പോയിൻ്റാണ് പോയിന്റ് ഇ, അല്ലെങ്കിൽ യു കോൾ ഇറ്റ് ഫ്രാക്ചർ പോയിന്റ്. ഓക്കെ, പോയിന്റ് ഇ ഈസ് കോൾഡ് ഫ്രാക്ചർ പോയിന്റ്. അപ്പോൾ ഡിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും പൊട്ടാം. പോയിന്റ് ഇ എത്തുമ്പോൾ പൊട്ടിയിരിക്കും. ഡി എന്ന പോയിന്റും ഇ എന്ന പോയിന്റും വളരെ ക്ലോസ് ആണെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് ദിസ് ഈസ് എ ബ്രിട്ടിൽ ഓബ്ജക്റ്റ്. ഇഫ് ഡി ആൻഡ് ഇ ആർ ലൊക്കേറ്റഡ് ഫാർ അവേ ഇറ്റ് മീൻസ് ദാറ്റ് ദിസ് ഈസ് എ ഡക്റ്റൈൽ ഓബ്ജക്റ്റ്. വലിച്ച് നീട്ടാം, വയറ് പോലെ ആക്കാം. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? സോ ദിസ് ഐ ഹോപ്പ് ദിസ് ഗ്രാഫ് ഈസ് വെരി ക്ലിയർ ടു യു. ഓക്കെ, അപ്പോൾ അവിടെ ഉണ്ടാകുന്ന സാധനമാണ് എന്ത്? പെർമനൻറ്റ് സെറ്റ്. എപ്പോൾ ഉണ്ടാകുന്നത്? ഞാൻ പറഞ്ഞു, ഒരു പരിധിക്ക് ശേഷം നിങ്ങൾ വലിക്കുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും അവിടെ എന്ത് സംഭവിക്കില്ല? ഇനീഷ്യൽ പൊസിഷനിലേക്ക് തിരിച്ച് വരില്ല. ഓക്കെ അല്ലേ? ആ ഇനീഷ്യൽ പൊസിഷനിലേക്ക് തിരിച്ച് വരാതിരിക്കുമ്പോൾ അവിടെ എന്തുണ്ടാവും? ഒരു പെർമനൻറ്റ് സെറ്റ് ഉണ്ടാവും. പിന്നെ നിങ്ങൾ മൊത്തം സ്ട്രെസ്സ് 0 ആക്കിയാൽ പോലും സ്ട്രെയിൻ എന്താകില്ല? സ്ട്രെയിൻ 0 ആകില്ല. ഓക്കെ, നൗ വിൽ സി വാട്ട് ഈസ് യങ്സ് മോഡുലസ്. യങ്സ് മോഡുലസ് ഇതാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ്. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് യങ്സ് മോഡുലസ്. അപ്പോൾ സ്ട്രെസ് എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ. സ്ട്രെയിൻ എന്താണ്? ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഡെൽറ്റ എൽ ബൈ എൽ. ശരിയല്ലേ? സോ ഐ ക്യാൻ റൈറ്റ് ദി ഇക്വേഷൻ as y ഈസ് ഈക്വൽ ടു എഫ് എൽ ഡിവൈഡഡ് ബൈ എ ഡെൽറ്റ എൽ. y ഈസ് ഈക്വൽ ടു എഫ് എൽ ഡിവൈഡഡ് ബൈ എ ഡെൽറ്റ എൽ. കറക്റ്റ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താണ്? സ്ട്രെയിനിന് ഡയമെൻഷൻ ഉണ്ടോ? ഇല്ല. കാരണം സ്ട്രെയിൻ ഡെൽറ്റ എൽ ബൈ എൽ ആണ്, അല്ലെങ്കിൽ ഡെൽറ്റ വി ബൈ വി ആണ്. അപ്പോൾ ഡയമെൻഷൻസ് രണ്ട് സെയിം ആയതുകൊണ്ട് സ്ട്രെയിൻ എന്തുണ്ടാകില്ല? ഡയമെൻഷൻ ഉണ്ടാകില്ല. സോ യങ്സ് മോഡുലസ് വിൽ ഹാവ് ദ ഡയമെൻഷൻ ഓഫ് സ്ട്രെസ് ഇറ്റ് സെൽഫ്. സ്ട്രെസ്സിൻ്റെ ഡയമെൻഷൻ എന്തായിരുന്നു? ന്യൂട്ടൺ മീറ്റർ റേസ് ടു -2. സോ യങ്സ് മോഡുലസ് ഈസ് ഓൾസോ ഹാവിങ് ദ സെയിം ഡയമെൻഷൻ വിച്ച് ഈസ് ന്യൂട്ടൺ മീറ്റർ റേസ് ടു -2. കറക്റ്റ്. Metals have large Young's modulus. Steel is more elastic than copper, brass and aluminium. ഇത് ടെക്സ്റ്റിൽ അതേ ലൈനാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് ഇങ്ങോട്ട് കോപ്പി ചെയ്തു എന്നേ ഉള്ളൂ. ലാർജ് ഫോഴ്സ് ഫോർ സ്മോൾ ചേഞ്ച് ഇൻ ലെങ്ത്. അതായത് ഒരു മെറ്റൽ നിങ്ങൾക്ക് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ കുറച്ച് ഫോഴ്സ് കൊടുത്താൽ മതിയോ? പോരാ, നിങ്ങൾ കുറേ ഫോഴ്സ് കൊടുക്കണം. സിൻസ് യു ഹാവ് ടു അപ്ലൈ എ ലാർജ് എമൗണ്ട് ഓഫ് ഫോഴ്സ് ഈവൻ ഫോർ എ വെരി സ്മോൾ ചേഞ്ച് ഇൻ ലെങ്ത്, ഇറ്റ് മീൻസ് ദാറ്റ് ദ യങ്സ് മോഡുലസ് ഓഫ് ദിസ് ഓബ്ജക്റ്റ് ഈസ് വെരി ഹൈ. ഓക്കെ അല്ലേ? സിമ്പിൾ. സോ വൈ ഈസ് ഈക്വൽ ടു എഫ് എൽ ഡിവൈഡഡ് ബൈ എ ഡെൽറ്റ എൽ. ഈ എഫിന് പകരം എനിക്ക് എം ജി എന്ന് എഴുതിക്കൂടെ? കാരണം എഫ് ഫോഴ്സാണ്. ഏരിയയ്ക്ക് പകരം എനിക്ക് പൈ ആർ സ്ക്വയർ എന്ന് എഴുതാം. സോ ദ ഇക്വേഷൻ ബിക്കംസ് വൈ ഈസ് ഈക്വൽ ടു എം ജി ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ പൈ ആർ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എൽ. ഓക്കെ അല്ലേ? റൈറ്റ്. നൗ ഐ വിൽ സി വാട്ട് ഈസ് ഷിയർ മോഡുലസ്. എന്താണ് ഷിയർ മോഡുലസ്? ഷിയർ മോഡുലസ് എന്ന് പറയുന്നത് ഷിയറിംഗ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഷിയറിംഗ് സ്ട്രെയിൻ. സ്ട്രെസ്സിന് വ്യത്യാസമില്ല, അത് ഇവിടെയും ഫോഴ്സ് ബൈ ഏരിയ തന്നെയാണ്, ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ബൈ എൽ. കറക്റ്റ്. ഈ ഡെൽറ്റ എക്സ് ബൈ എൽ നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കൊണ്ടുപോകുമ്പോൾ ഇറ്റ് ബിക്കംസ് എഫ് എൽ ബൈ എ ഡെൽറ്റ എക്സ്, എഫ് എൽ ബൈ എ ഡെൽറ്റ എക്സ്, അല്ലെങ്കിൽ എഫ് ഡിവൈഡഡ് ബൈ എഫ് ബൈ എ ഡിവൈഡഡ് ബൈ തീറ്റ. കാരണം ഡെൽറ്റ എക്സ് ബൈ എൽ ആണ് തീറ്റ. When you take tan theta, it is delta x by L. When theta becomes very small, you know that tan theta is equal to theta, so this is equal to delta x by L. So instead of delta x by L, you can write theta. So the answer is f by a theta. Okay? And one more thing to be noted, shear modulus is usually lesser than Young's modulus. Young's modulus normally shear modulusനേക്കാൾ കൂടുതലായിരിക്കും. ഇനി അടുത്ത ആൾ എന്താണ്? ബൾക്ക് മോഡുലസ് ആണ്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ലെറ്റർ ബി, ബൾക്ക് മോഡുലസ്. സോ വാട്ട് ഈസ് ഇറ്റ്? ഇറ്റ് ഈസ് ഹൈഡ്രോളിക് സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഹൈഡ്രോളിക് സ്ട്രെയിൻ. ഹൈഡ്രോളിക് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് ബൾക്ക് മോഡുലസ്. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ബി ഈസ് ഈക്വൽ ടു മൈനസ് പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി ബൈ വി. ബി ഈസ് ഈക്വൽ ടു മൈനസ് പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി ബൈ വി അല്ലേ? കാരണം ഇവിടെ ഡയറക്റ്റായിട്ട് സ്ട്രെസ്സിന് പകരം പ്രഷറാണ് എഴുതിയിരിക്കുന്നത്. വെള്ളത്തിൻ്റെ കാര്യമല്ലേ, നമ്മൾ വെറുതെ ഫോഴ്സ് ബൈ ഏരിയ എന്നൊക്കെ എഴുതണോ? പ്രഷറായിട്ട് റെപ്രസെൻറ്റ് ചെയ്താൽ പോരെ. ആൻഡ് യു ഷുഡ് റിമെമ്പർ ദാറ്റ് സ്ട്രെസ് ഈസ് നോട്ട് ഈക്വൽ ടു ഫോഴ്സ്. സ്ട്രെസ് ഈസ് ഈക്വലൻ ടു പ്രഷർ ബിക്കോസ് സ്ട്രെസ് ഈസ് ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് എന്ത് എഴുതി? സ്ട്രെസ്സിന് പകരം പി ഡിവൈഡഡ് ബൈ ഹൈഡ്രോളിക് സ്ട്രെയിൻ ആണ്. സോ ഡെൽറ്റ വി ബൈ വി. ഓക്കെ അല്ലേ?
സോ 1/b ഈസ് ഈക്വൽ ടു കെ. അതെന്താണ് പുതിയൊരു ടേം കെ ഈസ് കംപ്രസിബിലിറ്റി ഓർ ദ റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ്. സോ ഇറ്റ് ഈസ് ക്ലിയർ ആൻഡ് ഇറ്റ് ബിക്കംസ് -1/Δp into Δv/v, right? So I can write b is equal to -pv/Δv. K is equal to -Δv/pv. ഇനി അറിയേണ്ടത് ബൾക്ക് മോഡുലസ് ഓഫ് സോളിഡ് ഈസ് ഗ്രേറ്റർ ദാൻ ബൾക്ക് മോഡുലസ് ലിക്വിഡ് ഈസ് ഗ്രേറ്റർ ദാൻ ബൾക്ക് മോഡുലസ് ഓഫ് ഗ്യാസ്. അപ്പോൾ ഏറ്റവും കുറവ് ബൾക്ക് മോഡുലസ് ആർക്കാണ്? ഗ്യാസിനാണ്. നിങ്ങൾ കുറച്ച് പ്രഷർ കൊടുത്താൽ തന്നെ ദ ചേഞ്ച് ഇൻ വോളിയം വിൽ ബി വെരി ഹൈ, റൈറ്റ്? ഇനി അടുത്തൊരു പോയിന്റ് ഈൽഡ് സ്ട്രെങ്ത്. ഞാൻ പല ക്വസ്റ്റ്യൻസിലും കണ്ടിട്ടുണ്ട് ഈൽഡ് സ്ട്രെങ്ത് എന്നുള്ളൊരു പോയിന്റ്. സോ SY ഈൽഡ് സ്ട്രെങ്ത്. ഏരിയ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു mg, ഫോഴ്സ് ആണ്, വെയിറ്റ് ഓഫ് ദ ബോഡി, mg ഡിവൈഡഡ് ബൈ ഈൽഡ് സ്ട്രെങ്ത്. ഓക്കെ, സോ ഏരിയ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ mg ഡിവൈഡഡ് ബൈ ഈൽഡ് സ്ട്രെങ്ത്. പ്രഷർ, ഫോഴ്സ് ബൈ ഏരിയ, സ്ട്രെസ് ഈസ് ഈക്വൽ ടു mg ബൈ എ. അപ്പോൾ നോട്ട് ചെയ്യേണ്ട കാര്യം mg ഡിവൈഡഡ് ബൈ എ ഷുഡ് ബി മോർ ദാൻ ഈൽഡ് സ്ട്രെങ്ത്, റൈറ്റ്? Now last point in this chapter. When a beam is loaded at the center and supported near its end, എങ്ങനെ നമുക്കതിൻ്റെ ഹാങ്ങിങ് കുറയ്ക്കാം? വല്ലാതെ തൂങ്ങിക്കഴിഞ്ഞാൽ ബീം പൊട്ടി താഴെ വീഴും. അപ്പോൾ അങ്ങനെ വല്ലാതെ തൂങ്ങാൻ നമ്മൾ സമ്മതിക്കരുത്. ദ എക്സ്റ്റൻഷൻ ഷുഡ് ബി വെരി ലെസ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ എക്സ്റ്റൻഷൻ കുറയ്ക്കാം? അതിൻ്റെ ഇക്വേഷനാണ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു WL³ ഡിവൈഡഡ് ബൈ 4BD³ W എന്താണ്? വെയിറ്റ് ആണ്. L എന്താണ്? ലെങ്ത്ത്. B ബ്രെഡ്ത്ത് ആണ്. D ഡെപ്ത് ആണ്. Y യങ്സ് മോഡുലസ് ആണ്. ലെങ്ത്ത് കൂടിയാൽ ഡെഫിനറ്റ്ലി എന്ത് പറ്റും? റോ ഈസ് പ്രപ്പോർഷണൽ ടു ലെങ്ത്ത്. അപ്പോൾ ലെങ്ത്ത് കൂടിയാൽ എക്സ്റ്റൻഷൻ കൂടും, ഹാങ്ങിങ് കൂടും. ഇനി ബ്രെഡ്ത്തായിട്ടും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്, ഡെപ്തായിട്ടും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്. അപ്പോൾ നിങ്ങൾ എന്താ കൂട്ടുക? ബ്രെഡ്ത്ത് കൂട്ടുമോ അതോ ഡെപ്ത്ത് കൂട്ടുമോ? നിങ്ങൾ ഡെപ്ത്ത് കൂട്ടണം. കാരണം ഇറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു 3 ടൈംസ് ആണ്, 1/D³ ആണ്. സോ ഇറ്റ് ഈസ് ബെറ്റർ ടു ഇൻക്രീസ് ദ ഡെപ്ത്ത് ദാൻ ഇൻക്രീസ് ദ ബ്രെഡ്ത്ത്. ഇപ്പോൾ രണ്ടും കൂടെ കൂട്ടാൻ നിൽക്കരുത്. കാരണം നമുക്കതിൻ്റെ കൺസ്ട്രക്ഷൻ മെറ്റീരിയലിൻ്റെ ചാർജും കൂടെ നോക്കണ്ടേ. എല്ലാം കൂടെ കൂട്ടി എന്തായാലും കുറയും. പക്ഷേ ഏറ്റവും എളുപ്പം എന്താണ്? ഡെപ്ത്ത് കൂട്ടുന്നതാണ്, റൈറ്റ്? സോ ഐ തിങ്ക് വി ഹാവ് കൺക്ലൂഡഡ് ദ ചാപ്റ്റർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. ഓക്കെ.